കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവിക പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ 3-ാം അധ്യായത്തിലെ പ്രതിവാദി വിഷയം നമുക്ക് അവർക്ക് പരിചിതമാണ്. ഒരു വലിയ വിവാദം നടക്കുക. ഒരു മുടമ്പനെ പത്രോസും യോഹന്നാനും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. അവനെ സൗഖ്യമാക്കി. അവൻ എഴുന്നേറ്റ് നടന്നു. അവൻ ആലയത്തിൽ പോയി. അവൻ ആ നടന്ന വിടുതലുകളെ പ്രതി സ്തോത്രം അവൻ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇത് കണ്ട പരീക്ഷന്മാർക്ക് ന്യായശാസ്ത്രിമാർക്ക് അവൻ്റെ വിടുതൽ ആർക്കും സഹിച്ചില്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ചില വിടുതലുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, ചില അനുഗ്രഹങ്ങൾ നമ്മുടെ അടുക്കൽ വെളിപ്പെട്ടു വരുമ്പോൾ ചിലർക്കത് സഹിക്കത്തില്ല. അത് സത്യമല്ലേ? സ്തോത്രം. അസൂയയുടെ വ്യാപാരം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ദൈവമക്കളുടെ ഇടയിൽ പോലെ ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആരുടെയും നന്മകളിൽ നമ്മൾ അസൂയപ്പെടരുത്. എന്നെ അനുഗ്രഹിക്കുന്നതും മറ്റൊരാളിനെ അനുഗ്രഹിക്കാതിരിക്കുന്നതും, ഇല്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കാതിരിക്കുന്നതും മറ്റൊരാളിനെ അനുഗ്രഹിക്കുന്നതും ദൈവമാണ്. എല്ലാത്തിനും ഒരു സമയമാണ്. തിരുവചനം അതല്ലേ പറയുന്നത്? ദൈവം സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. അപ്പം ദൈവം സകലതും ചെയ്യും. എനിക്കും അനുഗ്രഹം തരും. അവനെ ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ദൈവത്തിനൊരു സമയമുണ്ട് കേട്ടോ. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ആരുടെയും അനുഗ്രഹത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അസൂയപ്പെടരുത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, യോഹന്നാനിലൂടെ പത്രോസിലൂടെ വിടുതൽ നടന്നപ്പോൾ പരീക്ഷന്മാർ ന്യായശാസ്ത്രിമാരും അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ പ്രതി വലിയ വിവാദങ്ങൾ നടക്കുകയും പത്രോസ് യോഹന്നാൻ ഉൾപ്പെടെയുള്ള അപ്പോസ്തല സമൂഹം സംഘത്തിരി സംഘത്തിൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും യഹൂദ കോടതിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നു. അപ്പം അതിനെ പ്രതിയുള്ള സംഭവങ്ങൾ നടക്കപ്പെടുമ്പോൾ അവരോടുള്ള ബന്ധത്തിൽ പറയുന്ന വാചകങ്ങളാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. 11 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അവൻ പത്രോസിനോടും യോഹന്നാനും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം കൊണ്ട് ശലോമോന്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാർ ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവരെ നടക്കുമാറാക്കി എന്ന പോലെ നിങ്ങൾ ഉറ്റുനോക്കുന്നത് എന്ന്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനെ യേശുവിനെ മഹത്വപ്പെടുത്തി എന്നാ പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെ ഒരു പ്രയോഗം. അപ്പം പത്രോസ് അത് വിശദീകരിക്കുകയാണ്. ഈ വിടുതലിന്റെ കാരണം എന്താണ്? സ്തോത്രം. അപ്പം അത് പറഞ്ഞു വരുമ്പോൾ യേശുവിനെ പറ്റി പറയുകയാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യഹൂദന്മാരെ ടച്ച് ചെയ്യാതിരിക്കാൻ പത്രോസിന് കഴിയത്തില്ല. കാരണം പറയുന്നുണ്ട്, കൊലപാതകനായവന് വിട്ടുതരയണം, യേശുവിനെ ക്രൂശിക്കണമെന്ന് വിളിച്ചവനാണ് യഹൂദജനം. അതാ പറഞ്ഞേ, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. സ്തോത്രം. കൊലപാതകനായവനെ വിട്ടുതരയണമെന്ന് വിളിച്ചു പറഞ്ഞു. അടുത്ത് പറയുന്നു, സ്തോത്രമല്ലേ, ജീവനായകനെ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ യേശുവാനായിരുന്നു. ഒന്നവൻ പരിശുദ്ധനായിരുന്നു, നീതിമാനായിരുന്നു, അവൻ ജീവനായകനായിരുന്നു. സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള പല ചിന്തകൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവൻ പരിശുദ്ധൻ, അവൻ നീതിമാനാണ്, അവൻ ജീവനായകനാണ്. അവനെയാണ് ആര് കൊന്നുകളഞ്ഞത്? യഹൂദന്മാർ കൊന്നുകളഞ്ഞത്. പക്ഷേ മരണത്തിന് അവിടെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. അവൻ സ്തോത്രം, അവനെ സ്വർഗത്തിലെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിലെ പ്രതി പറയുകയാണ്, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആരൊക്കെ നമ്മൾ ഒതുക്കാൻ നോക്കിയാലും, ആരൊക്കെ കല്ലറയ്ക്കകത്ത് നമ്മൾ ഒതുക്കി, നമ്മളെ പൂട്ടി, നമ്മളെ ഉയർച്ചയെ തടഞ്ഞ്, വാഗ്ദത്തങ്ങളെ തടഞ്ഞ്, ശുശ്രൂഷയെ തടഞ്ഞ്, മുന്നോട്ടുള്ള ആഗമനങ്ങളെ തടഞ്ഞ് കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ നോക്കിയാലും കല്ലറകൾ താൽക്കാലികമാണ്. സ്തോത്രമല്ല, ശൂന്യതകൾ താൽക്കാലികമാണ്, കഷ്ടതകൾ താൽക്കാലികമാണ്. അതിനകത്ത് നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ട്. ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അടയപ്പെട്ട കല്ലറകൾ ഇന്ന് രാത്രി തുറന്നു, ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ തുറന്നു വരട്ടെ. ശൂന്യതകൾ വഴിമാറട്ടെ, പ്രതിസന്ധികൾ വഴിമാറട്ടെ. ഉയർപ്പിൻ്റെ ദിവസമായ ഈ ദിവസം ദൈവശക്തി വെളിപ്പെടുന്നതിന് കാരണമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താൽ ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകണം. ആയിരങ്ങളുടെ 10,000ങ്ങളുടെ ചെവികൾക്ക് ആശ്വാസമാകട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.